ചേട്ടാ, നാളെ ഇലക്ഷൻ ആയില്ലേ? ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ആൾക്കാരെ എങ്ങനെയാ സെലക്ട് ചെയ്യാറ്? നോക്കൂ, ഈ ഇലക്ഷൻ ആയാലും എന്തായാലും ഇതിന് ഫിനാൻസ് ഒരു വലിയ ഘടകമാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നമുക്ക് മൂന്നായി വിഭജിക്കാം. ഒന്നെന്ന് വെച്ചാല് സാധാരണക്കാരൻ, അതായത് പാവപ്പെട്ടവൻ. ഓക്കെ, ഇങ്ങനെയാണ് ഇവര് രാഷ്ട്രീയക്കാരെ പാവപ്പെട്ടവൻ എന്ന് വിളിക്കുക. സാധാരണക്കാരന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി സാധാരണക്കാരൻ. അവര് കേരളത്തിന്റെ സൊസൈറ്റിയിൽ ഒരു 30% ആൾക്കാരുണ്ടാവും. പിന്നെയാണ് മിഡിൽ ക്ലാസ്. ഓക്കെ, പിന്നെ വരുന്നതാണ് റിച്ച് ക്ലാസ്. റിച്ച് ക്ലാസ് ഒരു 10% മാത്രമേ ഉള്ളൂ, അവർ വലിയ പ്രാധാന്യമല്ല. ഈ മിഡിൽ ക്ലാസ്സും ഈ സാധാരണക്കാരനുമാണ് ഇലക്ഷനിലെ ഡിസൈഡിങ് ഫാക്ടർ. നമുക്ക് പഠിക്കുക സാധാരണക്കാരൻ ആരാണ്. സാധാരണക്കാരൻ എന്ന് വെച്ചാൽ സാധാരണ ഒരു തട്ടുകടയിൽ ജോലി ചെയ്യുന്ന ആള്, ഇല്ലെങ്കിൽ ഒരു ബസ്സിലെ കിളി, ഇല്ലെങ്കിൽ ചെറിയ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർ, പിന്നെ സ്ത്രീകള്. അത് പിന്നെ അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും, വലിയ വിദ്യാഭ്യാസം ഉണ്ടാവില്ല, എന്നാലും സാധാരണ വിദ്യാഭ്യാസം ഉണ്ടാവുള്ളൂ. പക്ഷെ സാമ്പത്തികമായിട്ട് അവര് പിന്നോട്ടായിരിക്കും. അതായത് എപ്പോഴും പിന്നെ അന്ന് കിട്ടുന്ന കൂലി അന്നന്ന് തന്നെ തീർത്തിട്ട് ജീവിക്കുന്ന കൂട്ടര്. അപ്പൊ ഇവരാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ഇരകൾ. എന്താണെന്ന് വെച്ചാല് അവർക്ക് സാമ്പത്തികമായി അവർ പിന്നോട്ടായത് കൊണ്ട് അവർ ലോ ഇൻ കോൺഫിഡൻസ് ആയിരിക്കും. പെട്ടെന്ന് നേതാക്കൾക്കോ, കുറച്ച് വലിയ നേതാക്കൾക്ക് അവരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അവര് അങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് ഉണ്ടാക്കുക. ഇപ്പം CPM വോട്ട് ബാങ്ക് ഉണ്ടാവും, BJPക്ക് വോട്ട് ബാങ്ക് ഉണ്ടാവും, കോൺഗ്രസിന് ഉണ്ടാവും, ലീഗിന് ഉണ്ടാവും. ആ വോട്ട് ബാങ്കിൽ ഭൂരിപക്ഷവും ഈ സാധാരണക്കാരനായിരിക്കും. ഇവരുടെ റാലിയിൽ വരുന്നതും ഇതേ സാധാരണക്കാരനാണ്. എന്തുകൊണ്ടാ? സാധാരണക്കാരന് ഒരു 500 രൂപ കൊടുത്താലോ, ഇല്ലെങ്കിൽ ഒരു പിന്നെ ചെറിയൊരു സഹായം ചെയ്തു കൊടുത്താലോ അവന്റെ വോട്ട് കിട്ടും. അവന് വലിയ കാര്യമാണ്, അവൻ പെട്ടെന്ന് സ്വാധീനിക്കാൻ വേണ്ടി പറ്റും. പിന്നെ സാധാരണക്കാരൻ ഇവര് എപ്പോഴും കൂടെ നിർത്താൻ നോക്കും. പിന്നെ ഉള്ളത് മിഡിൽ ക്ലാസ്. അപ്പൊ സർക്കാരിന്റെ പിന്നെ ഓരോ സ്കീമുകൾ നോക്കുക. അതായത് ഇപ്പൊ പെൻഷൻ 1000 രൂപ പെൻഷൻ കൊടുത്തു എന്ന് പറയും. അപ്പൊ നമുക്കൊന്ന് 1000 രൂപ കൊണ്ട് എന്താവാനാ? പക്ഷെ ഈ സാധാരണക്കാരനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1000 രൂപ കൊടുക്കുന്നത്. മാനിഫെസ്റ്റോ നോക്കുന്ന KSRTC ബസ് ഫ്രീ ആയിരിക്കും. അത് സാധാരണക്കാരനെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ ഈ സാധാരണക്കാരന്റെ വിഷയങ്ങളും അതുപോലെ തന്നെയാണ്. ഇപ്പൊ സാധാരണക്കാരന്റെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചോദിക്കും, എത്ര വമ്പൻ വിഷയങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് വോട്ട് മറിയുന്നില്ല, ആൾക്കാർ എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മളെ മെട്രോമേൽ നിന്നിട്ട് പാലക്കാട് തോറ്റുപോയി, അതെല്ലാം എങ്ങനെയാ സംഭവിക്കുന്നത് ഞെട്ടിപ്പോവും അല്ലേ? എന്തുകൊണ്ട് വെച്ചാല് സാധാരണക്കാരൻ ഇത്ര വലിയ ഇപ്പൊ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റിനെതിരെ സമരം ചെയ്യുന്നു. അയാൾക്ക് അറിയില്ല ന്യൂക്ലിയർ പവർ പ്രോജക്ട് എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഇപ്പൊ പൗരത്വ ബില്ലിനെതിരെ സമരം ചെയ്യുന്നു, അവർക്ക് അറിയില്ല പൗരത്വ ബില്ല് എന്താണെന്ന് അറിയില്ല. അപ്പൊ അവരുടെ എന്ത് ചെയ്യും? നിങ്ങൾ പൗരത്വം പോകാൻ പോകുന്നു, നിങ്ങൾ പെടാൻ അവൻ വിശ്വസിച്ചു. നോട്ട് നിരോധനം കാരണം നിങ്ങളെല്ലാം തീരാൻ പോവാ, പരിപാടി തീർക്കാൻ പോവാ, അയാൾ വിശ്വസിച്ചു. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ നടക്കുക. അപ്പൊ ഇവരെങ്ങനെ വേണമെങ്കിൽ നമുക്ക് പിന്നെ പറ്റിക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോ സ്ത്രീകളൊക്കെ ഉണ്ട്, ഇവരോട് പറയുന്നത് ഈ വോട്ടിന്റെ തലേദിവസം പറയും, നിങ്ങൾ നമ്മളെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, അതിലൂടെ നമ്മൾ മനസ്സിലാക്കും നിങ്ങൾ ആരൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്. ജനങ്ങളുണ്ട്, മനസ്സിലല്ലേ? ഇവരാണ് ഈ പ്രധാന ഇരകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രത്തിന്റെ. മനസ്സിലായ? അപ്പൊ അതാണ് പാർട്ടികളുടെ വോട്ട് ബാങ്ക്. ഇവരെ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇനിയിപ്പോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, ആരെന്തൊക്കെ പറഞ്ഞാലും അവിടെ ലോക്കൽ നേതാവ് പോയിട്ട് മാറ്റി പറയും. ഉദാഹരണത്തിന് പിന്നെ ഇവരുടെ ഏതെങ്കിലും ലോക്കൽ നേതാവ് അറസ്റ്റായി, ഇപ്പൊ ഏതെങ്കിലും അഴിമതി കേസിൽ ജയിലിൽ പോയി. അപ്പൊ പറയും, ഇത് അഴിമതിയായിട്ട് ജയിലിൽ പോയതല്ല, അവര് പക കൊണ്ട് ജയിലിൽ പോയതാണ്, അവര് പക വീട്ടിയതാണ്, കള്ളക്കേസാണ്, കോടതിയെ സ്വാധീനിച്ചു എന്നൊക്കെ പറയും. കാരണം ഇവർക്ക് അറിയില്ല, അപ്പൊ അവർക്ക് അവരുടെ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം വരില്ല. അതുകൊണ്ടാണ് ജയിലിലിരിക്കെ ലാലു പ്രസാദ് യാദവ് ജയിക്കുന്നത്, റാബറി ദേവിയൊക്കെ മുഖ്യമന്ത്രിയാവുന്നത് ആ കാറ്റഗറിയിൽ വെച്ചാൽ. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതാണ് മിഡിൽ ക്ലാസ് കാറ്റഗറി. ഇവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിന്നെ ശമ്പള കുടിശ്ശിക തരും, ഇല്ലെങ്കിൽ DA വർദ്ധിപ്പിക്കും, ഇതൊക്കെ ചെയ്യും. പിന്നെ റോഡുകൾ ശരിയാക്കും, പാലങ്ങൾ നിർമ്മിക്കും. ഇതൊക്കെ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. പക്ഷെ ഇവര് ഒരു അവെയർ വോട്ടറാണ്. അതായത് ഇവർക്ക് അറിയാം, അവർക്ക് പിന്നെ കൃത്യമായിട്ട് ഒരു ഐഡിയോളജിക്കൽ ബേസ് ഉള്ള വോട്ടർമാരാണ് ഈ മിഡിൽ ക്ലാസ്. പക്ഷെ അവർ അത്ര ശക്തല്ല. ഏറ്റവും സാധാരണക്കാരനാണ് ശക്തിയുള്ളത്.
പിന്നെ ഈ റിച്ച് ക്ലാസ് അവര് ഒന്ന് വോട്ടിങ്ങിൽ അവർ വോട്ട് ചെയ്യാനും പോകാറില്ല. എപ്പെങ്കിലും ആരെങ്കിലും വോട്ട് ചെയ്താലായി, അവർക്ക് വലിയ ആരും പ്രാധാന്യം കൊടുക്കാറുമില്ല. ഇങ്ങനെയാണ് 3 കാറ്റഗറി ഓഫ് വോട്ടർമാരുള്ളത്. പക്ഷെ അവരുടെ നിന്നാണ് കൂടുതൽ പിരിവ് കിട്ടുക. ആ പക്ഷെ അവരാണ് കൂടുതൽ പിരിവ് കൊടുക്കുക. ഈ വോട്ടിന്റെ ഫണ്ടിങ് ചെയ്യുന്നത് ഈ 10% ആൾക്കാരാണ് ഈ ഇതിന്റെ പൈസേന്റെ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഘടകമാണ് മതം. മതം എന്ന് വെച്ചാല് പിന്നെ നമ്മൾ ചെറുപ്പം എല്ലാം മതമാണ്. ഓക്കെ, ഇപ്പം ഇസ്ലാം ആയാലും മതമാണ്, കമ്മ്യൂണിസം ആയാലും മതമാണ്, ക്രിസ്ത്യാനിറ്റി ആയാലും മതമാണ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മതമാണ്. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കുട്ടിയെ ചെറുപ്പം മുതൽ അച്ഛനും അമ്മയും പിന്നെ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കും. ഓക്കെ, അച്ഛനും അമ്മേന്റെ വാക്കുകൾ അവനെ സ്വാധീനിക്കും. അതായത് നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ സ്വാധീനിക്കപ്പെട്ടാൽ നമ്മളുടെ ഐഡിയോളജിക്കൽ ബേസ് ആയിട്ട് അത് മാറും. ഉദാഹരണത്തിന് അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ പഠന ക്ലാസ് മറ്റേ ബാലവേദി എന്നെല്ലാം പറഞ്ഞിട്ട് കൊണ്ടുപോവാം. ഇസ്ലാം ആണെങ്കിൽ മദ്രസ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോവാം. പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ സൺഡേ സ്കൂൾസ്, ചർച്ച് കൊണ്ടുപോകും. ഹിന്ദുക്കൾക്ക് അങ്ങനത്തെ ഒരു സംഭവം നിലവിലില്ല. പക്ഷെ ഹിന്ദുക്കളും ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെയുള്ള ബ്രെയിൻ വാഷിങ്ങിലൂടെയാണ് ഇപ്പൊ ചെറുപ്പം മുതലേ ബ്രെയിൻ വാഷ് ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചാണെങ്കിൽ അവൻ ചെറുപ്പം മുതലേ കേട്ട് വരുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ ഐഡിയോളജീസ് ആയിരിക്കാം. പിന്നെ അവന്റെ വീട്ടിൽ ദേശാഭിമാനി പത്രം വരും. അങ്ങനെ കമ്മ്യൂണിസ്റ്റിന്റെ എല്ലാം കേട്ട് വളരും. പിന്നെ ഇത് മറ്റേ മുസ്ലിം ലീഗ് ആണെങ്കിൽ അവരുടെ വീട്ടിൽ സുപ്രഭാതം, മാധ്യമം അതൊക്കെ വരും. അങ്ങനെ ക്രിസ്ത്യൻ കുടുംബമാണെങ്കിൽ യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബമാണെങ്കിൽ അവരും അങ്ങനെ വരും. അപ്പൊ ഇതിലെന്താ സംഭവിക്കുന്ന വെച്ചാല് ഇവര് വലുതാകുമ്പോൾ ഇവന്റെ ഐഡിയോളജീസ് മൊത്തം ഈ മതത്തിനെ ചുറ്റിപ്പറ്റിയാണ് ചിന്തിക്കുക. ഏതെങ്കിലും ഒരു വിഷയം വന്നു, ഉദാഹരണത്തിന് പൗരത്വ ബില്ല് വന്നു. ഓക്കെ, പൗരത്വ ബില്ല് വരുമ്പം എല്ലാവരും വിചാരിക്കും ഓക്കെ ആ പൗരത്വ ബില്ലല്ലേ, കുറച്ച് ആൾക്കാർക്ക് പൗരത്വം കൊടുക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഒരു ഇസ്ലാം മതത്തിൽ ഉള്ള ആൾ എങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മതത്തിലുള്ള ആൾ എങ്ങനെ ചിന്തിക്കുക? അല്ല, ഇത് എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അവൻ അതിന്റെ നെഗറ്റീവ് വശം മാത്രം എടുത്ത് ചിന്തിക്കും. പോസിറ്റീവ് വശം അവന്റെ ചിന്തയിൽ വരില്ല. അതാണ് അവന്റെ ക്രിയേറ്റീവായിട്ട് അവന്റെ മൈൻഡ് പോവുക. എല്ലാവരും അങ്ങനെയല്ല. ചില ആൾക്കാർ വിദ്യാഭ്യാസം നൽകിയാൽ അവർ പിന്നെ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങും. അവന് മതത്തിന്റെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിട്ടിട്ട് സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ കുട്ടികളെ വളർത്തുന്ന പേരൻസും ഉണ്ട്. അല്ലാണ്ട് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കണമെന്നില്ല. അത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ മാത്രമാണ് ചിന്തിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിലും അവരും അതേ റേഞ്ചാ ചിന്തിക്കും. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും കോടതി നമുക്ക് വിശ്വാസമില്ല, കോടതി അങ്ങനെ പറയത്തുള്ളൂ, സർക്കാർ നമ്മളെ ജയിലിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. EVM മെഷീനെ കുറ്റം പറയും. ഇപ്പം BJPയിൽ വോട്ട് ചെയ്യുന്ന കോർ BJP വോട്ടർമാർ ഇങ്ങനെ തന്നെയാണ്. അവര് ചെറുപ്പം മുതല് പിന്നെ ശാഖയിൽ പോവും, RSSന്റെ ശാഖയിൽ പോവും, മറ്റേ ബാലവിധത്തിൽ പോവും. അവരുടെ ഐഡിയോളജിയും അതിനനുസരിച്ചിട്ടാണ് മാറുക. ഇനി നാളെ മോഡി എന്ത് കുറ്റം ചെയ്താലും മോഡിക്ക് വോട്ട് കിട്ടും. എങ്ങനെയാ? ഈ വിഭാഗം വോട്ട് ചെയ്യും. അതാണ് ഈ മതത്തിന്റെ സ്വാധീനം ഈ വോട്ട് ഈ തെരഞ്ഞെടുപ്പില്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് മാറ്റം വരുത്താൻ പറ്റാത്തത്. അപ്പൊ നീ ചോദിക്കും പിന്നെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെല്ലെ മെല്ലെ ഇൻട്രോഡ് ചെയ്യാറ്? രാഷ്ട്രീയ പാർട്ടികൾ ഇൻട്രോഡ് ചെയ്യുന്നത് എങ്ങനെയാ? ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ മെല്ലെ മെല്ലെ മാന്തി എടുക്കുക ചെയ്യുക. അവരെ കോർ ഐഡിയോളജി മാറ്റും. അതുകൊണ്ടാണ് ഇപ്പൊ നോക്ക് BJPയിൽ എത്ര കാലം തോൽക്കുന്നത്, ഇതിനു വേണ്ടി അവര് പ്രവർത്തിക്കുന്നില്ലേ? അവരൊരു തലമുറയാണ് മാറ്റാൻ ശ്രമിക്കുക. മറ്റേ പഴയ തലമുറ പോയി. അവര് ഇപ്പം കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യുന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റിനെ വോട്ട് ചെയ്തു, കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്ന കോൺഗ്രസിനെ വോട്ട് ചെയ്തു. പക്ഷെ അവരുടെ ലക്ഷ്യം പുതിയ തലമുറ. അതിനാണ് സോഷ്യൽ മീഡിയ, NCERT പുസ്തകങ്ങള്, സ്റ്റേറ്റ് ഗവൺമെന്റ് പുസ്തകങ്ങള്. ഗവൺമെന്റ് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യും. എങ്ങനെയാ? നമ്മളെ സാധാരണ കേരള ഗവൺമെന്റിന്റെ പാഠപുസ്തകങ്ങളിലൂടെ ബ്രെയിൻ വാഷ് ചെയ്യും, കേന്ദ്ര ഗവൺമെന്റ് NCERT ബുക്കുകളിലൂടെ ബ്രെയിൻ വാഷ് ചെയ്യും, പത്രങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യും, TV ചാനലുകൾ ബ്രെയിൻ വാഷ് ചെയ്യും. എല്ലാം ബ്രെയിൻ വാഷ് ആണ്.